ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് മരിച്ച മലയാളി പോലീസ് ഓഫീസർ കെ ബിനീഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം വടകര ചോറോടുള്ള വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മണിക്കാണ് സംസ്കാരം. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, ഏറെക്കാലമായി വർഷങ്ങളായി ഡൽഹിയിലായിരുന്നു കർമ്മമണ്ഡലമെങ്കിലും പക്ഷേ ചോറോടെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ബിനീഷ് എന്ന് മനസ്സിലാക്കുന്നു. മുമ്പ് വന്ന പ്രതികരണങ്ങളും അങ്ങനെയാണ്. എപ്പോഴത്തേക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും? സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങളും. ഗോകുൽ, ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് മരിച്ച പോലീസ് ഓഫീസറുടെ മൃതദേഹം അല്പസമയത്തിനും തന്നെ വീട്ടിലേക്ക് എത്തിക്കും. ചോറോടുള്ള വീടിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. കൊണ്ടോട്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊയിലാണ്ടി പിന്നിട്ടിട്ടുണ്ട്. വൈകാതെ തന്നെ ഇവിടെ വീട്ടിലെത്തും. നമുക്കറിയാം, വലിയ ഒരു വേദനാജനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ മാതാവ് നേരത്തെ മരിച്ചിരുന്നു. പിതാവ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കൃഷ്ണൻ, അതുപോലെ തന്നെ ഭാര്യയും 2 മക്കളുമാണുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഈ നാടൊന്നാകെ ആ സങ്കട കണ്ണീരിലാണ്. നിരവധി പേരാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം വാർഡ് മെമ്പർ ജംഷിദ ടീച്ചർ കൂടി ചെയ്യുന്നുണ്ട്. ടീച്ചർ, എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? നാളെ രാവിലെ 9 മണിക്കാണ് സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു വാർത്ത കേട്ടത്. വളരെ ഞെട്ടലോടായിരുന്നു കേട്ടിരുന്നത്. മിനേഷേട്ടിനിപ്പോൾ 20-25 വർഷമായി ഡൽഹി പോലീസ് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള പരിശീലനത്തിനിടെ സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടു എന്നാണ് വിവരം അറിഞ്ഞിട്ടുള്ളത്. കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല. മറ്റു കാര്യങ്ങൾ നമ്മൾ തുടർന്ന് എല്ലാ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തീരുമാനിക്കും. ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് മിനിസ്റ്ററിൻ്റെ ബോഡി എത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഗൂഗിള്, നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മെമ്പർ പറഞ്ഞതുപോലെ കുടുംബത്തെ സഹായിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. എന്തായാലും വലിയ ഒരു സങ്കടത്തിൽ തന്നെയാണ്. നിരവധി പേർ ഈ സമയത്ത് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അരമണിക്കൂറിനകം തന്നെ മൃതദേഹം ചോറോടുള്ള വീട്ടിലെത്തും. പിന്നീട് നാളെ രാവിലെ 6 മണി മുതൽ 9 മണി വരെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക. തുടർന്നായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഗൂഗിൾ. ഡൽഹി പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന ബിനീഷ് അവിടെ പരിശീലനത്തിനിടയിലാണ് സൂര്യാഘാതമേറ്റ് മരിച്ചത്. ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. കോഴിക്കോട് ചോറോട് സ്വദേശി. ആ നാടൊന്നാകെ ആ വിയോഗത്തിന്റെ വേദനയിലാണ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.